ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നാ, നിങ്ങൾ ഒത്തിരി പേര് കോളജൻ ബൂസ്റ്റ് ചെയ്യാൻ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സൂപ്പ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വെജിറ്റേറിയൻ ആണ്, ഞങ്ങൾക്കും ഒരു സൂപ്പ് പറഞ്ഞു തരണമെന്നും പറഞ്ഞ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു വെജിറ്റബിൾ കോളജൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സൂപ്പായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കുടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ സൗകര്യം പോലെയൊക്കെ നിങ്ങൾ ചെയ്യണം. പിന്നെ ഇതിന് നമുക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് എന്താണെന്നോ, മിക്കവാറും നമ്മൾ കഴിക്കുന്ന എല്ലാ വെജിറ്റബിൾസിലാണെങ്കിലും നട്ട്സിലാണെങ്കിലും ഫ്രൂട്ട്സിലാണെങ്കിലും എല്ലാം നമുക്ക് വൈറ്റമിൻ സി, വൈറ്റമിൻ എ തുടങ്ങി ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ കോലാജന് ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതലായിട്ട് ഏതിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അത് നമുക്ക് സൂപ്പായിട്ടും അതുപോലെ ജ്യൂസായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ബ്രോക്കോളി, മഷ്റൂം, അതുപോലെ ക്യാരറ്റ്, ചീര, തക്കാളി, ഇതിലെല്ലാം നിറയെ വൈറ്റമിൻ എയും സിയും തുടങ്ങിയ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും കോളജനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ജ്യൂസ്, ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇപ്പോൾ മഷ്റൂം തന്നെ എടുക്കാം, ക്യാരറ്റ് തന്നെ എടുക്കാം, ബ്രോക്കോളി തന്നെ എടുക്കാം, തക്കാളി തന്നെ എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിക്സഡ് സൂപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് നമ്മൾ ബ്രോക്കോളിയോ മഷ്റൂമോ ക്യാരറ്റോ എന്തെങ്കിലും നമ്മൾ പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞത് ഒരു കപ്പ് എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്കൊരു 2 കപ്പ് അല്ലെങ്കിൽ 2.5 കപ്പ്, നിങ്ങൾ അതനുസരിച്ച് എടുക്കണേ, വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ട് നന്നായിട്ട് വെളുത്തുള്ളി കേട്ടോ, വെളുത്തുള്ളി പിന്നെ പട്ട, കറിയാമ്പൂ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സ്വാദ് ഇഷ്ടമാണെങ്കിൽ ഇട്ടോളൂ കേട്ടോ. ഒക്കെ നല്ലതാണ്, നമുക്കിതെല്ലാം നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇത് ചെറിയ തീയിൽ നമ്മളിത് തിളപ്പിച്ച് ഒന്ന് പറ്റിച്ചെടുക്കണം. ഒരു ഗ്ലാസ്സൊക്കെ വരെ, 1 കപ്പ് മതി നമുക്ക്. 1 കപ്പ് കിട്ടത്തക്കവണ്ണം ഇത് നമ്മൾ പതുക്കെ ചെറിയ തീയിൽ തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. ഓക്കെ, അതിലേക്ക് നമുക്കൊരു 10 അല്ലി ചുമന്നുള്ളി നമുക്ക് നെയ്യിൽ ഈ ചുമന്നുള്ളി ഇട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഓക്കെ, കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചേർക്കാമെന്ന്, ഇപ്പോൾ ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, അണ്ടിപ്പരിപ്പ്, അതുപോലെ ബദാം പരിപ്പ്, പിന്നെ ലെറ്റൂസ്, ഇങ്ങനെ ഇലവർഗ്ഗങ്ങൾ, ചീര, അങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വെതറി, കൂട്ടത്തിൽ കുരുമുളകും വെതറി, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യത്തിന് മുളക് നിങ്ങൾ നോക്കണേ, കുരുമുളക് ഇടാം. പിന്നെ നമ്മൾ മുളക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും പച്ചമുളകോ അതുപോലെയുള്ള എന്തെങ്കിലും നമ്മളത് വേവിക്കുമ്പോൾ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുരുമുളകും വെതറി ഇതുപോലെ എന്തെങ്കിലും ലെറ്റൂസ് പോലെ അല്ലെ ചീരവർഗ്ഗം പോലെയുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ മേമ്പൊടിയായിട്ടൊക്കെ ചേർത്ത്, നട്ട്സും പിന്നെ സീഡ്സും ഒക്കെ മേമ്പൊടിയായിട്ടൊക്കെ നമുക്ക് ചേർത്ത നല്ല ഒന്നാന്തരം ജ്യൂസാണ് ഇത്. നമുക്ക് എല്ലാ ദിവസവും കുടിക്കാം, പച്ചക്കറിയല്ലേ, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതാണ്. ഇത് ഒത്തിരി നിങ്ങളുടെ സ്കിന്നിനാണെങ്കിലും അതുപോലെ ഹെയറിനാണെങ്കിലും നഖത്തിനാണെങ്കിലും ബോൺസിനും എന്ന് വേണ്ട ജോയിൻസ് എല്ലാത്തിനും നമുക്ക് ഈ കോളജൻ ആവശ്യമാണല്ലോ, പ്രോട്ടീൻ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഗുണം ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് വെജിറ്റേറിയനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജ്യൂസ് കഴിക്കാം. എല്ലാ സിട്രസ് ഫ്രൂട്ട്സും, അതായത് ഓറഞ്ച്, നാരങ്ങ, പൈനാപ്പിള്, കിവി, മാതളം, മാംഗോ, പിന്നെ എല്ലാ തരം ബെറീസും, പിന്നെ ബ്ലൂബെറി, പിന്നെ ബ്ലാക്ക്ബെറി, സ്ട്രോബെറി തുടങ്ങിയ എല്ലാ തരം ബെറീസിലും ഈ പറഞ്ഞുകൊണ്ട് വൈറ്റമിൻ സിയും എയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ കോളജനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് എല്ലാ ദിവസവും ജ്യൂസാക്കി കുടിക്കാം. ഇതും നമുക്ക് ഇത് കോളജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന്, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ജ്യൂസുകളാണ് കേട്ടോ. പിന്നെ ചിലവരെ സംബന്ധിച്ച് വെജിറ്റേറിയൻ ആണെങ്കിലും മുട്ട കഴിക്കുന്നവരുണ്ടല്ലോ.
മുട്ട നല്ലതാണ്. മുട്ടയിലടങ്ങുന്ന പ്രോട്ടീനും അമിനോ ആസിഡ്സും എല്ലാം കോളേജൻ ബൂസ്റ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം വെജിറ്റേറിയനെ സംബന്ധിച്ച് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാനൊരു നിങ്ങൾക്ക് തരാൻ പോണത് അലോവീറയാണ് കേട്ടോ. അലോവീറ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്, കോളേജനെ ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അതിലടങ്ങിയിരിക്കുന്ന എല്ലാ വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. അപ്പം ഇത് 2 തരത്തിൽ നമുക്ക് കഴിക്കാം കേട്ടോ. ജ്യൂസായിട്ട് കഴിക്കാം. അതായത് ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ സാധാരണ നമ്മൾ ഇതിൻ്റെ ഒരു ലീഫ് എടുത്ത് അതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ് അതിൽ നിന്ന് ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള ജ്യൂസൊക്കെ കളഞ്ഞ് നന്നായിട്ട് അതിൻ്റെ പൾപ്പെടുത്ത് മിക്സിയിൽ അരച്ച്, അതായത് ജ്യൂസർ ഉണ്ടെങ്കിൽ ജ്യൂസറിലടിച്ച് തേനും ഒഴിച്ച് നമുക്കൊരു 30 ml വീതം എല്ലാ ദിവസവും കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അസുഖം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയണേ, സാധാരണ വലിയ രോഗങ്ങളൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ളവർ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ടേ കഴിക്കാവൂ കേട്ടോ. അപ്പം എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതായിട്ടൊന്നും കഴിക്കരുത്. നമ്മുടെ അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഓക്കെ. പിന്നെ ഈ അലോവീറ നമുക്ക് വേറൊരു രീതിയിൽ കഴിക്കാം കേട്ടോ. അത് വൈൻ നമ്മൾ കെട്ടുമല്ലോ, അതുപോലെ നമുക്കിത് വൈൻ കെട്ടി വെക്കാം. അതെങ്ങനെയാണെന്നോ, നമ്മൾ അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കണ്ട, മുഴുവൻ എടുക്കാം. മുഴുവൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ് പിന്നെ ജ്യൂസൊക്കെ അതിൻ്റെ കളഞ്ഞ് നന്നായിട്ട് കഴുകി കുനുകുനാന്ന് അരിയണം. കുനുകുനാന്ന് അരിഞ്ഞ് നമുക്ക് ഒരു കുപ്പിയിൽ ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ച് അത് നെകക്കെ തേൻ ഒഴിക്കണം കേട്ടോ. നെകക്കെ തേനൊഴിച്ച് ഒരു 21 ദിവസം അത് അവിടെ വെച്ചിരിക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് അരിച്ച് പിഴിഞ്ഞ് എടുത്ത നല്ല ഒന്നാന്തരം കോളേജൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ജ്യൂസാണത്. ഇതും 30 ml ഒക്കെ വീതം നമുക്കൊരു ദിവസം കുടിക്കാവുന്നതാണ് കേട്ടോ. അതും നിങ്ങളൊന്ന് ഇതിലേതാ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ്. അപ്പോൾ അല്ലാണ്ട് ഇപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബോൺ സൂപ്പൊക്കെ നമ്മളെല്ലാ ദിവസവും കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാസത്തിൽ 2-3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച 7 ദിവസം 3 ദിവസം അങ്ങനെയൊക്കെയാണ്, 9 ദിവസം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ക്. ഇതെന്ന് പറയുമ്പോൾ വെജിറ്റേറിയനെ സംബന്ധിച്ച് അങ്ങനെയുള്ള കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എല്ലാ ദിവസം വേണമെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇത് കഴിക്കുന്നതുകൊണ്ട് വേറെ ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിന് തിളക്കം കിട്ടും, മുടി കൊഴിച്ചിൽ മാറും, അങ്ങനെ വേറെ ഒത്തിരി ഗുണങ്ങൾ ഇത് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഉണ്ട്. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് കൂടുതലായിട്ട് കാപ്പി ചായ കൂടെ കുടിക്കുക, അതുപോലെ തന്നെ ഷുഗർ അധികം കഴിക്കുക, പിന്നെ അധികം വെയിൽ കൊള്ളുക, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കഴിഞ്ഞ വീഡിയോ കാണണം, ഈ വീഡിയോയും കാണണം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതൊക്കെ ചെയ്ത് നോക്കണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ എന്നെ വായിച്ചെന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒത്തിരി പേരുണ്ടല്ലോ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം കേട്ടോ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.